തളിപ്പറമ്പിൽ ട്രാഫിക് നിയമലംഘനം സംബന്ധിച്ച് നിരന്തരം പരാതി ഉയരുന്ന സാഹചര്യത്തിൽ കർശന പരിശോധനയും നടപടിയും സ്വീകരിക്കാനൊരുങ്ങി തളിപ്പറമ്പ് പോലീസ്. വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്ന് CI P. അജിത് കുമാർ പറഞ്ഞു. തളിപ്പറമ്പ് മൂത്തേടത്ത് സ്കൂളിന് സമീപത്ത് മെയിൻ റോഡരികിൽ വരച്ച വെള്ളവരയും മറികടന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് സ്ഥിരം കാഴ്ചയാണ്. ഇത്തരം വാഹനങ്ങൾ ഇനി മുതൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ പിഴയടച്ചാൽ മാത്രമേ വാഹനം തിരിച്ചു ലഭിക്കുകയുള്ളൂ. രാത്രിയിൽ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാർ നിർബന്ധമായും സ്റ്റേഷനിലെത്തി ഒപ്പിടണം. ഓട്ടോ ഡ്രൈവർമാർ തിരിച്ചറിയൽ കാർഡും യൂണിഫോമും ധരിക്കുകയും അംഗീകൃത സ്റ്റാൻഡുകളിൽ മാത്രം ഓട്ടോറിക്ഷകൾ നിർത്തിയിടുകയും ചെയ്തില്ലെങ്കിൽ പിഴ ഈടാക്കും. പയ്യന്നൂർ ഭാഗത്തേക്കുള്ള ബസ്സുകൾ പലതും വൈകിട്ട് 6 മണിക്ക് ശേഷം സ്റ്റാൻഡിൽ കയറാതെ ഹൈവേയിൽ തന്നെ യാത്രക്കാരെ ഇറക്കുന്നത് സംബന്ധിച്ചും പോലീസിൽ പരാതി ലഭിച്ചിട്ടുണ്ട്. രാത്രി 8 മണിവരെ ഈ ബസ്സുകൾ സ്റ്റാൻഡിൽ പ്രവേശിക്കണമെന്നും ഹൈവേയിൽ ആൾക്കാരെ ഇറക്കിയാൽ നടപടി സ്വീകരിക്കുമെന്നും കപ്പാലം ഭാഗത്തുനിന്ന് മാർക്കറ്റ് റോഡ് വഴി ന്യൂസ് കോർണർ ജംഗ്ഷനിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നത് തടയുകയും ഇതിനായി ഇവിടെ ബോർഡ് സ്ഥാപിക്കുമെന്നും CI P. അജിത് കുമാർ പറഞ്ഞു. കൃത്യമായ ഓട്ടോ സ്റ്റാൻഡുകൾ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ പറഞ്ഞു വെച്ച സ്ഥലത്ത് തന്നെ ഓട്ടോ സ്റ്റാൻഡ് വേണം. കൃത്യമായിട്ടും അവിടെ തന്നെ പാർക്ക് ചെയ്യാനും എല്ലാവരും യൂണിഫോം ധരിക്കാനും ഐഡൻറ്റിറ്റി കാർഡ് ധരിക്കാനും അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അവരുടെ മീറ്റിംഗ് വിളിച്ചിട്ട് അതോടൊപ്പം 1 വേ അനുവദിച്ച സ്ഥലങ്ങളിൽ 1 വേ മാത്രമേ, പല 1 വേ റൂട്ടുകളും ഇപ്പോൾ 2 വേ ആയി മാറിയിട്ടുണ്ട്. അത് കർശനമായിട്ട് നമ്മളത് നിയമ നടപടി സ്വീകരിക്കും. പിന്നെ മാർക്ക് ചെയ്ത ഭാഗങ്ങളിലാണ് പാർക്ക് ചെയ്യുന്നത്, ബൈക്കുകളും മറ്റ് കാറുകളൊക്കെ ആയാലും. പക്ഷെ മാർക്ക് ചെയ്ത ആ ബൗണ്ടറിക്ക് പുറമെ 2 ലെയറും കൂടെ ബൈക്ക് പാർക്ക് ചെയ്യുന്ന അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവ കൃത്യമായിട്ട് ഞങ്ങൾ നടപടി സ്വീകരിക്കും, ഫൈൻ കൊടുക്കും. കോടതിയിൽ പിടിച്ചു കൊടുക്കേണ്ട വാഹനങ്ങൾ കോടതിയിലേക്ക് കൊടുക്കാനുള്ള സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ രാവിലെ വന്ന് കടകളുടെ മുന്നിൽ പാർക്ക് ചെയ്ത് കണ്ണൂർ മറ്റ് ദൂര സ്ഥലങ്ങളിലേക്ക് പോയി വൈകുന്നേരം വന്ന് ആ ബൈക്ക് എടുത്ത് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ആ കടകളുടെ മുന്നിൽ പാർക്ക് ചെയ്താൽ ആ കടക്കാരന് വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം അവിടെ വരുന്ന വാഹനങ്ങൾ മറ്റ് പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഒരു 6-7 മണി കഴിഞ്ഞാൽ പിന്നെ ബസ്സുകൾ കയറാത്തൊരു സാഹചര്യമുണ്ട്. അത് നിർബന്ധമായിട്ട് 8 മണി വരെ ബസ് സ്റ്റാൻഡിനകത്ത് കയറി അവിടുന്ന് ആൾക്കാരെ എടുത്ത് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാക്കും. അല്ലാതെ ഹൈവേ തന്നെ നിന്ന് അവിടെ ബ്ലോക്ക് ഉണ്ടാക്കി ആൾക്കാരെ കയറ്റി പോകുന്ന ആ ഒരു സാഹചര്യം അത് മാറ്റും. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.